പാലക്കാട് നെന്മാറയിൽ കൊലക്കേസ് പ്രതി അമ്മയും മകനെയും വെട്ടിക്കൊന്നു. പോത്തുണ്ടി സ്വദേശികളാണ് മരിച്ചത്. മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 2019 സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ചെന്താമരയാണ് ഇരട്ടക്കൊല ഇന്ന് നടത്തിയത്. ഈ കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് 1.5 മാസം മുമ്പ് ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കൊലപാതകം നടത്തിയത്. പ്രതിക്കായി പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. പാലക്കാട് നെന്മാറിൽ ഇരട്ട കൊലപാതകം ഉണ്ടായെടുത്ത് നാട്ടുകാരുടെ വൻ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. പ്രതി ചെന്താമരയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതിയുടെ ഭീഷണി കുടുംബത്തിന് നേരെ നിരന്തരം ഉണ്ടായിരുന്നുവെന്നാണ് മകൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പോലീസ് ഈ പരാതികളൊന്നും ഗൗനിക്കാതെ കൈകെട്ടി നോക്കി നിന്നുവെന്ന ആരോപണവും കുടുംബത്തിനുണ്ട്. ആദ്യം മകളുടെ പ്രതികരണത്തിലേക്ക്. അതൊക്കെ അറിയില്ല, ഇങ്ങനെയൊക്കെ നടക്കുന്ന അയാൾ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്. നാട്ടുകാരും കൊടുത്തു, നാട്ടുകാർ മറ്റുള്ളവരുണ്ട്, ഞാനും പോയി കൊടുത്തു. അയാളും പിന്നെയും അതിൻ്റെ ഉള്ളിൽ ഇരുത്തി വളർത്തുന്നുണ്ട്. ഇനിയും എന്താ ഇത് കഴിഞ്ഞാൽ ജയിലിലേക്ക് പോകുക, അതേപോലെ തിരിച്ചിങ്ങോട്ട് വരും. ഇനി എന്താ എൻ്റെ അച്ഛൻ പോയി, അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിൽ ഇരുത്തിയിട്ട് പിന്നെയും വിടി. എന്നിട്ട് ഇവിടുത്തെ ഓരോരുത്തർ ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. അതല്ലേ നടക്കാൻ പോണത് ഇവിടെ. അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്നോരോന്നും അവിടെ ആക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ വന്ന് ഇരിക്കണില്ല. 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയ അയാള്, ഈ മരിച്ച വ്യക്തി സുധാകരേട്ടന്റെ ഭാര്യ 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയതാ. ആ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളിൽ വീട്ടിലിറങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ അമ്മാരുടെ അടുത്ത് അടിവാള് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഇതാണ് എൻ്റെ സെറ്റപ്പ്, ഇതാണ് എൻ്റെ വാളെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചൊരു അരമണിക്കൂർ മുമ്പേക്കും ആ ചേട്ടൻ അവിടെ വെട്ടിയിട്ടു, ആ സുധാകരേട്ടൻ അവിടെ വെട്ടിയിട്ടു. നേരത്തെ 5 വർഷം മുന്നേ അയാളുടെ ഭാര്യയെ കൊന്നു. ഇപ്പോൾ അയാളുടെ അമ്മയും ഇയാളിപ്പോൾ ഇങ്ങനെ കൊന്നിട്ടിട്ടു. ഇപ്പോൾ ഇതുപോലെ നാളെ ഞങ്ങൾക്ക് തന്നെയാണ് ഗതി.